സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി. നമ്മൾ എപ്പോഴും ഉള്ള പോലെ വീഡിയോ സീരീസ് തുടരുകയാണ്. കെയർ ദ ഏജഡ്, പ്രായമുള്ളവരെ കരുതുക. എൻ്റെ കൂടെ ശശിയണ്ണനാണ്. ശശിയണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. ശശിയണ്ണൻ ഒരു കുഞ്ഞു മുതലാളിയൊക്കെയാണ്. എന്നാലും എനിക്ക് വളരെ എൻ്റെ ചേട്ടൻ്റെ കണക്കാണ്. എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാം. അപ്പോൾ ശശിയണ്ണനെ നമുക്ക് ചോദിക്കാം. ശശിയണ്ണ, ഈ കെയർ ദ ഏജഡ്, പ്രായമുള്ളവരെ കരുതുക എന്നുള്ളതിനെ പറ്റി ശശിയണ്ണൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ആറ്റിങ്ങിലാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛന് അമ്മ, അവർ രണ്ടുപേരായിരുന്നു. അന്യൻ ജ്യേഷ്ഠനും നമ്മളെ കൂടെ ആയിരുന്നു. അവർ രണ്ടുപേരും സുഖമല്ലാതായപ്പോൾ 2 കൊല്ലത്തോളം ഞാൻ വളരെയധികം അവരെ കെയർ ചെയ്തു, ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അവർ കിടപ്പായിപ്പോയി. അങ്ങനെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് മലം പോകുന്നതിന് പോലും വിഷമമുണ്ടായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും പ്രയാസം ഉണ്ടായിട്ടും നമ്മളെ ഒരു ഇതിൽ നമ്മൾ വേണ്ട ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു മടിയും ഇല്ല. നമ്മളത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കടമയാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ ചെയ്യും എന്നുള്ള ഒരു ഇത് അതൊരു നല്ലൊരു നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക. അത്ര തന്നെ അവർ കാണുന്ന അച്ഛൻ ഇങ്ങനെ ചെയ്തതല്ലേ. നമ്മളും അച്ഛനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിങ്ങളുടെ പൂർവികരെ, നിങ്ങളുടെ മുന്നേ ഉള്ള തലമുറക്കാർ പഠിപ്പിച്ചു തന്ന രീതി ആയിരിക്കണം. തന്നെ നമ്മളെ ഇതായിട്ട് ഇങ്ങനെ അവരെ തഴയാതെ ഇപ്പൊ എല്ലാവരും മരിച്ചു. ഇപ്പൊ അവരെല്ലാം 3 പേര് അച്ഛനും അമ്മയും എല്ലാം മരിച്ചു. എൻ്റെ അച്ഛനും അതുപോലെ തന്നെയായിരുന്നു. ഒരു 10-25 കൊല്ലം സുഖമെല്ലാം കിടന്നു. എങ്കിലും നമ്മൾ നോക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇനി അടുത്ത തലമുറയിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ അവർ നോക്കാൻ അവരൊന്നും ഇവിടെ ഇല്ല. എന്നാലും നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ ഭേദമാവുമായിരിക്കും. നമ്മളെ നോക്കാൻ വേണ്ടിയല്ല, എന്നാലും അത് പൊതുവെ വേണ്ടിയ ഒരു തത്വമാണ് അല്ലേ. നമ്മളൊക്കെ ഒന്നിച്ച് പരിചയപ്പെട്ട തന്നെ വൈസ്മാൻ എന്ന് പറയുന്നത്. വൈസ്മാൻ്റെ പറയുന്നത് ടു അക്നോളജ് ഡ്യൂട്ടി ദാറ്റ് അക്കമ്പനീസ് എവരി റൈറ്റ്. അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ കൂടെ നമ്മളത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. അപ്പോൾ ഇതുകൊണ്ട് ഒരാളുടെയെങ്കിലും മനസ്സ് നന്നാവുമെങ്കിൽ, ഒരാളുടെയെങ്കിലും മനസ്സിൽ ആ ഒരു പ്രായമുള്ളവരെ കരുതണമെന്ന് തോന്നുമെങ്കിൽ നമ്മുടെ ഉദ്യമം സഫലമായി അല്ലേ. ഉമ്മ ചക്കരെ. ഓക്കെ, ശരി, താങ്ക് യു.